ഇടതുമുന്നണി അസാധാരണമായ തിരിച്ചടി നേരിട്ട ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാന കണക്കുകൾ ഇതെങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന പരിശോധനയാണ് നമ്മൾ നടക്കുന്നത്. ഇടതുമുന്നണിയുടെ വോട്ട് ശതമാനത്തിൽ വലിയ തരത്തിലുള്ള കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ 45 വർഷത്തിനിടയിൽ CPMന്റെ ഏറ്റവും മോശം നിയമസഭാ പെർഫോമൻസ് ആയി പോലും ഇത് വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഈ കണക്കുകൾ, ഈ വോട്ട് ശതമാന കണക്കുകൾ എങ്ങനെ പ്രതിഫലിച്ചു എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ അറിയാം മുന്നണി അടിസ്ഥാനത്തിലുള്ള വോട്ട് ഷെയറിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ നോക്കൂ, 37 ഇടതുമുന്നണിയുടെ വോട്ട് ശതമാനമായി ഇത്തവണ പുറത്തു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7% കുറവാണ് ഉണ്ടാകുന്നത്. അതേസമയം UDFന്റെ വോട്ട് ശതമാനത്തിലേക്ക് വരുമ്പോൾ 46%, 46.55%. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7% വർധനവാണ് UDFന് ഉണ്ടാകുന്നത്. അരുണ്, സംസ്ഥാനത്തിൻ്റെ ഭരണമാറ്റം എത്ര കണ്ട് പ്രതിഫലിക്കുന്നു എന്നതാണ് ഈ വോട്ട് ഷെയറിൽ കൂടി വ്യക്തമാകുന്നത്. അതായത് സാധാരണ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമാവുമ്പോഴും വോട്ട് ശതമാനത്തിൽ LDF മുന്നിൽ വന്ന ചരിത്രമൊക്കെ മുമ്പ് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതിപ്പോഴത്തെയുള്ള തറ പറ്റി എന്നതല്ലേ ഇതിൻ്റെ തെളിവ്? തീർച്ചയായിട്ടും 2014 പോലും സീറ്റ് എണ്ണത്തിൽ കോൺഗ്രസിനേക്കാൾ വലിയ ഒറ്റകക്ഷി, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി CPM ആയിരുന്നു 2014 കോൺഗ്രസ് അധികാരത്തിൽ എത്തുമ്പോഴും. സ്വാഭാവികമായും സീറ്റ് വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് വോട്ട് വിഹിതവും ഒക്കെ വർദ്ധിക്കും. ഇത്തവണ അതുണ്ടായില്ല. മാത്രമല്ല CPM സ്ഥാനാർത്ഥികൾ ജയിച്ചതൊക്കെ, അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനം ജയിച്ചതൊക്കെ വളരെ ചെറിയ വോട്ടാണ് പലയിടത്തും. UDFന്റെ 50,000-നെ മുകളിൽ പോയി എത്രയോ 6-7 സ്ഥാനാർത്ഥികൾ UDFനുണ്ട്. 20,000, 30,000 കടന്ന് നിരവധി പേരുണ്ട്. ആ കണക്കുകൾ തന്നെയാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലേക്കും ഒക്കെ മാറ്റുന്നത്. 2021 CPM അധികാരത്തിൽ വന്നപ്പോൾ ഇടതുമുന്നണിയുടെ വോട്ടിംഗ് ശതമാനം 47.28 ആയിരുന്നു. അതാണ് ഈ 40% നിന്ന് 37.34, 7.10. ഈ സർവേകളൊക്കെ പ്രവചിച്ചത് 43% വ്യത്യാസമാണ്. പരമാവധി 4%. അതാണ് 7.10% കുറഞ്ഞിരിക്കുന്നത്. UDFന് അന്നുണ്ടായിരുന്നത് 39.41%. അതാണ് 7.67 വർദ്ധിച്ച് 46.5. 39.41. അതാണ് ഇത്രയും 7.67 വർദ്ധിച്ച് 46. അതായത് 7.67% വർധനവ് അല്ലേ? 46.55 എത്തി നിൽക്കുന്നു. അതായത് സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുമ്പോഴും ഈ 7% ഒരു ഡിഫറൻസ് രണ്ട് മുന്നണികളും തമ്മിലും സമീപകാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ വലിയ വ്യത്യാസമാണ് അത് സ്വാഭാവികമായിട്ടും CPM പരാജയപ്പെടുമ്പോഴും ഈ പാർട്ടി കോട്ടകളിലടക്കം അവർക്ക് വലിയ വോട്ടുകൾ ലഭിക്കാറുണ്ട്. മൊത്തം സംസ്ഥാനത്ത് പരാജയപ്പെടും. ഇപ്പോൾ അതുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ണൂരും കാസർഗോഡും ഒക്കെ വലിയ പരാജയമുണ്ട്. കോഴിക്കോട് ഒറ്റ സീറ്റിൽ ഒതുങ്ങുന്നു. കോട്ടയത്ത് ഒന്നുമല്ലാതെ. അത് നമുക്ക് റീജിയണൽ വൈസിലേക്ക് തന്നെ വരും. അരുണ്, ഈ BJPയുടെ കാര്യം കൂടി വേഗത്തിൽ നോക്കാം. BJP നോക്കൂ, BJPയുടെ വോട്ട് ശതമാനം 14.20%. അതായത് BJPയുടെ വോട്ട് ശതമാനത്തിൽ 1% 1.79% NDA മുന്നണി. അതായത് NDA മുന്നണിയുടെ ടോട്ടൽ വോട്ട് ഷെയർ നോക്കൂ, ഇത് 2% അടുത്ത് വർധനവേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും 3 സീറ്റിലേക്ക് അവരെത്തി. അതായത് കഴിഞ്ഞ തവണ 2021 താരതമ്യം ചെയ്യുമ്പോൾ പുതിയ 3 സീറ്റുകൾ ഉണ്ടായി എന്നതാണ് സാഹചര്യം. അതായത് വോട്ട് ശതമാന കണക്കിൽ BJPക്ക് കാര്യമായ വളർച്ച ഉണ്ടായിട്ടില്ലെങ്കിലും 3 സീറ്റിലേക്ക് അവരെത്തി എന്നൊരു ചിത്രമുണ്ട്. അത് തന്നെയാണ് 14.20% NDAയുടെ വോട്ട് ഷെയർ ഇത്തവണ. NDA ആകെ മുന്നണി, NDA എന്ന് പറയുമ്പോൾ T20യും BDS-ഉം അടങ്ങുന്ന പ്രധാനപ്പെട്ട പാർട്ടി അത് തന്നെയാണ് NDAയിലുള്ളത്. BJPയുടെ വോട്ട് ഷെയർ 14.04 ആണ്. അതിൽ 2.40% വർധനയുണ്ട്. കഴിഞ്ഞ തവണ NDAക്കുള്ള വോട്ട് ഷെയർ, NDAയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 12.48 ആണ്. 12.48. അതിൽ നിന്നാണ് 1.79 വർദ്ധിച്ച് 14.20. നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് 25% എത്തുമെന്നാണ് BJPയുടെ അമിത്ഷാ അടക്കം നേതാക്കൾ പറഞ്ഞത്. അവർക്ക് അതിനെടുത്താനായിട്ടില്ല. ഇപ്പോഴും അവരുടെ വലിയൊരു വളർച്ച എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വോട്ട് വിഹിതമാണ് BJPക്ക് ഇത്തവണ. ഒരുപക്ഷെ BJP എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഇത്തവണ സംഭവിച്ചത്. കാരണം BJPക്ക് തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും വോട്ട് ശതമാനം വർധനമുണ്ട്. അപ്പം അമിത്ഷായൊക്കെ കേരളത്തിൽ പറയുന്ന ഒരു കാര്യം, വോട്ട് ശതമാനം കൂട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾ നമ്പർ കൂട്ടുക എന്നതാണ്. ആ നമ്പറാണ് സംഭവിച്ചത്. അതായത് വോട്ട് ശതമാനത്തിൽ കാര്യമായ ഒരു വർധനവും വരുത്താതെ തന്നെ ഇത്തവണ 3 സീറ്റിലേക്ക് എത്താൻ BJPക്ക് കഴിഞ്ഞു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട നേട്ടമെന്നതാണ്. ഒരുപക്ഷെ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നേട്ടം കൂടിയായി ഇത് മാറുന്നു എന്നത് കൂടിയാണ് ഏറ്റവും പ്രാധാന്യം. കേരളം പോലെയുള്ള ഒരു സ്ഥലത്തേക്കുള്ള ഒരു എൻട്രി അവർക്ക് സാധ്യമാവുന്നതിൻ്റെ കാരണം അതുകൂടിയാണ്.